മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ബെറ്റ്സി ജെയിംസ്. ഞാൻ ആലപ്പുഴ കരുവാറ്റ സ്വദേശിനിയാണ്. എനിക്ക് ഒരുപാട് നന്മകൾ മാതാവ് മുൻപും ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് എൻ്റെ അമ്മയ്ക്കും എനിക്കുമായിട്ട് മാതാവ് സാധിച്ചു തന്ന 3 നിയോഗങ്ങളെപ്പറ്റി പറയാനാണ്, അതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യമായി ഞാൻ പറയുന്നത് 2017 ഞാൻ എൻ്റെ പഠനത്തിനായിട്ട് യുക്രൈനിൽ പോവുകയുണ്ടായി. എൻ്റെ മെഡിസിൻ പഠനത്തിനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ ഒരു സമയത്തിലാണ് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എൻ്റെ പഠനം എനിക്ക് പൂർത്തിയാകുവാനായിട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ എനിക്ക് പൂർത്തിയായി കിട്ടാനായിട്ട് മാതാവ് എന്നെ സഹായിക്കണമെന്ന് എൻ്റെ അമ്മ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അമ്മ ഇതുപോലെ ഞങ്ങൾക്ക് അവസാനം ഒരു വലിയ എക്സാം ഉണ്ട്, അപ്പോൾ അത് പാസ്സാവാനായിട്ടും മാതാവിൻ്റെ അടുത്ത് തന്ന നിയോഗത്തിൽ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ പഠനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ്, എൻ്റെ 3-ാം വർഷത്തിലാണ് ഇവിടെ കോവിഡ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ആരംഭമായിരുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്ന സമയമായിരുന്നുകൊണ്ട് അവിടെ വന്ന് രൂക്ഷമായ സമയത്ത് എനിക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഓൺലൈൻ പഠനത്തോടുകൂടി എനിക്കിവിടെ നിന്ന് പഠിക്കാനായിട്ടുള്ള അവസരം സാധിച്ചു കിട്ടി. എന്നാലും ഓൺലൈൻ പഠനം ഇവിടെ ഇന്ത്യയിൽ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഉടനെ തന്നെ എനിക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവുകയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പക്ഷേ എനിക്ക് സമയത്ത് തന്നെ എനിക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്തു. അവിടെ ചെന്നിട്ടും കോവിഡ് നിന്നിരുന്ന സമയത്താണെങ്കിൽ പോലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ, കോവിഡൊന്നും ബാധിക്കാതെ എനിക്ക് ആ കോവിഡ് കാലയളവിലും എൻ്റെ പഠനം തുടർന്നുകൊണ്ട് പോകാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിക്കുകയുണ്ടായി. അതിനുശേഷം എൻ്റെ 5-ാം വർഷത്തിലാണ് യുക്രൈനിലെ യുദ്ധം ആരംഭിക്കുകയും എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും നാട്ടിലേക്ക് വരണം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുകയാണ്. അവിടെ യുദ്ധം തുടങ്ങുന്ന സമയമായിരുന്നു, അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. വീട്ടിലെ അമ്മയും എൻ്റെ മാതാപിതാക്കളൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. ആ സമയത്ത് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്ന സമയത്താണ് യുദ്ധം പെട്ടെന്ന് സ്റ്റാർട്ടാവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ക്യാൻസലായി ഞാനവിടെ പെട്ടുപോകുന്നൊരവസ്ഥയുണ്ടായി. അപ്പോഴും എൻ്റെ അമ്മയും എൻ്റെ മാതാപിതാക്കളും രണ്ടുപേരും ഒക്കെ കാര്യമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും എങ്ങനെയെങ്കിലും എന്നെ എത്തിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം നിയോഗമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായതിൻ്റെ ഭാഗമായി ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ, ഇവാക്യുവേഷൻ ഫ്ലൈറ്റിൽ തന്നെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാവുകയും എനിക്ക് കയറി വരാനായിട്ട് സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ നാട്ടിലെത്തി ആ യുദ്ധത്തിൻ്റെ ആ ഒരു ഭീകരതയും കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷമുണ്ടെങ്കിലും എൻ്റെ ഭാവി എന്താവും എന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടർന്നു കൊണ്ടുപോകുന്നതിന് ഭാഗമായി എനിക്ക് വീണ്ടും തിരിച്ചു പോവേണ്ടതായിട്ടൊരു അവസ്ഥ വന്നു. കാരണം അവിടെ ചെന്നില്ലെങ്കിൽ വീണ്ടും 1 വർഷം ബാക്കിലോട്ടാവുകയും എൻ്റെ വീണ്ടും 1 വർഷം പോവുകയും ഞാൻ വീണ്ടും 1 വർഷം റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടൊക്കെ ഒരു ഗതി വരുന്ന ഒരവസ്ഥയായിരുന്നു. അല്ലെങ്കിലും തിരിച്ചു പോയി അവിടെ ചെന്ന് തന്നെ പഠനം പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് വീണ്ടും തിരിച്ച് അവിടേക്ക് തന്നെ പോകാം, അവിടെ ചെന്ന് പഠനം പൂർത്തിയാക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും മാതാവിനോട് പ്രാർത്ഥിച്ച് പോവുകയും അവിടെ ചെന്ന് എൻ്റെ പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുമായിട്ട് എനിക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുകയുണ്ടായി. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതെ മാതാവ് പൂർണ്ണ സംരക്ഷണത്തിൽ എൻ്റെ പഠനം പൂർത്തിയാക്കുവാൻ എന്നെ സഹായിച്ചു. അതുപോലെ അവസാനം നടന്നിരിക്കുന്ന ക്രോക്ക് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. അത് ആ വർഷം വളരെ പാടായിരുന്നു. അപ്പോൾ അത് പാസ്സാവുമോ ഇല്ലയോ എന്നുള്ള പേടി എനിക്ക് വളരെ കൂടുതലായിരുന്നു. അപ്പോഴും അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, പേടിക്കൊന്നും വേണ്ട, മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതെന്തായാലും സാധിച്ചു കിട്ടും, പാസ്സാവും എന്നുള്ള ഒരു കാര്യമായിട്ട് അമ്മ ഇങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും റിസൾട്ട് വന്നപ്പോൾ ഞാനത് പാസ്സാവുകയും അങ്ങനെ എനിക്ക് സർട്ടിഫിക്കറ്റോട് കൂടി തിരിച്ചെത്താൻ സാധിക്കുകയുണ്ടായി. അതിനൊക്കെ അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ ഈ വർഷം 2024 ജൂലൈയിൽ ഞാനായിട്ട് ഉടമ്പടി എടുക്കുകയുണ്ടായി. അതിനകത്ത് ഞാൻ 6 നിയോഗങ്ങൾ വെച്ചതിൽ ആദ്യം ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ജോലി ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ആ ജോലി ആവശ്യത്തിന് വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. പക്ഷേ ആ സമയത്ത് ഞാൻ ചോദിച്ചിരുന്ന സമയത്ത് അവിടെ വേക്കൻസി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നടക്കാൻ സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഞാനത് മാതാവിനോട് കാര്യമായിട്ട് തന്നെ അതെനിക്ക് സാധിച്ചു തരണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ മാസം അവിടെ വേക്കൻസി ഉണ്ടെന്നും എനിക്ക് ജോലി ആവശ്യത്തിന് വേണ്ടിയുള്ളവർ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ അതോറിറ്റിയോട് പറയുകയും എനിക്ക് ആ ജോലി ലഭ്യമാവുകയും അടുത്ത ആഴ്ച ബുധനാഴ്ചയോടുകൂടി എനിക്ക് പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. അതിനും ദേവമാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് രോഗി ശുശ്രൂഷയും കാര്യങ്ങളുമൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായിരുന്നു. അതുപോലെ പറ്റാവുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനും കാര്യങ്ങളുമൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും, ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലുകയും മാതാവിൻ്റെ
മാതാവിനോട് കാര്യമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിവയെല്ലാം സാധിച്ചു കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവിന് ഒരുപാട് നന്ദി ഞാൻ പറഞ്ഞു.